പ്രിയമുള്ളവരെ, അമേരിക്ക ഇറാൻ ആണവായുധ നിരോധന കരാറിന്മേലുള്ള ചർച്ച സ്വിറ്റ്സർലൻഡിൽ പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ആ ചർച്ച വിജയകരമായി പര്യവസാനിക്കാനുള്ള സാധ്യതകൾ തുലവും വിരളമാണെന്നുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുടെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ചർച്ച അത് ശുഭദായകമാണ്, പക്ഷേ ഒരു കരാറിലേക്ക് എത്തുവാൻ ഇനിയും കാലതാമസം ഉണ്ടാകുമെന്നാണ്. പക്ഷേ അമേരിക്കയുടെ ഒരു പിടിവാശി എന്ന് പറയുന്നത് ഉടനെ തന്നെ ഇറാൻ ഒരു കരാറിൽ എത്തണമെന്നാണ്. ഇറാൻ അവരുടെ വാദഗതികളിൽ ഉറച്ചു നിൽക്കുന്നു, അമേരിക്കയും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്താമാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിവരം. ഇറാൻ അവരുടെ യുറാനിയം സമ്പുഷ്ടീകരണം അത് അവരുടെ രാജ്യത്തിൻ്റെ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി തുടരും എന്ന് പറയുമ്പോൾ അമേരിക്ക പറയുന്നത് ഒരു ഇഞ്ച് പോലും നിങ്ങൾക്ക് ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അവകാശം ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൽ ഊന്നി ആ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയാൽ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് ഈ നിമിഷങ്ങൾ. പ്രത്യേകിച്ചും ഇസ്രായേലി വാർത്താ ഏജൻസിയായ ചാനൽ 12 പറയുന്നത് ഇറാനെതിരെ വലിയ സൈനിക നീക്കത്തിന് ഉടനെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഉത്തരവ് നൽകിയേക്കാം എന്നാണ്. ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജെറാഡ് ആൽഫോർ അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ പടക്കപ്പൽ മെഡിറ്ററേനിയൻ കടൽ പ്രവേശിച്ചു എന്ന വാർത്തയും മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ദ വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമായിട്ട് ഒരു ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് വിശദമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ്. പ്രത്യേകിച്ചും നിലവിലുള്ള മതഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കൊല ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട 40 മുതൽ 80 വരെ രാഷ്ട്രീയ സൈനിക നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി കോഡ് കാപ്പിൻ്റെ താവളങ്ങൾ, ബങ്കറുകൾ, അതുപോലെ ഉള്ള കേന്ദ്രങ്ങളൊക്കെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആശങ്ക ഹിസ്ബുള്ള കൂടി യുദ്ധത്തിൽ ഇറാനോടൊപ്പം പങ്കെടുക്കും. ഹിസ്ബുള്ള മാത്രമല്ല, ഹൂതികൾ മുതലായ പ്രോക്സികൾ കൂടി യുദ്ധത്തിൽ ഭാഗവക്കാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മേഖലാ യുദ്ധമായി രൂപപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെയും ഒപ്പം ഹമാസിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. അതായത് ഒരുപക്ഷെ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന പക്ഷം അത് ഇറാൻ്റെ പ്രോക്സികൾ കൂടി ഇടപെടുന്ന ഒരു യുദ്ധമായി മാറും എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മറ്റൊന്ന്, ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിലെ ചാബഹാർ സ്പേസ് സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ അമേരിക്കയുടെ നാവിക കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയേക്കാം എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു നാവിക സന്നാഹം, അതായത് ഇപ്പോൾ ആ മേഖലയിലേക്ക് ജെറാൾഡ് ആൽഫോർ എന്ന് പറയുന്ന അമേരിക്കയുടെ നാവിക കപ്പൽ കടന്നു വരികയാണ്. ആ കപ്പൽ ആ മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷേ ഈ ഇറാൻ്റെ സ്പേസ് സെൻറ്ററുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കാം. കാരണം ആ സ്പേസ് സെൻറ്ററുകളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ ഈ ജെറാൾഡ് ആൽഫോർഡ് പോലെയുള്ള കപ്പലുകൾ ഹോർമൂസ് കടലിലേക്ക് വരുമ്പോൾ മിസൈൽ ആക്രമണം നടത്തുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ആ ചബഹാർ പോലെയുള്ള സ്പേസ് സെൻറ്ററുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കാനുള്ള സാധ്യതകളും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംഗതി രൂക്ഷമാക്കുന്ന ഒരു വിശകലനം വരുന്നത് ചൈനയും റഷ്യയും കൂടുതൽ കാര്യക്ഷമമായി തന്നെ ഇപ്പോൾ ഇറാനൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നാണ്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന പേരിൽ ഒരു നാവികാഭ്യാസം ഒമാൻ കടലിടുക്കിനും ഹോർമൂസ് കടലിടുക്കിനും ഇടയിൽ ചൈനയും റഷ്യയും ഒപ്പം ഇറാനും ചേർന്ന് നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ചൈനയുടെ ഏറ്റവും വിഖ്യാതമായ അത്യന്താധുനികമായ യുദ്ധക്കപ്പലുകൾ ആ മേഖലയിലേക്ക് ഈ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന് പറയുന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് എന്ന മാധ്യമ വിശകലനങ്ങളും വരുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഏകപക്ഷീയമായിട്ടായിരിക്കില്ല പ്രതികരണങ്ങൾ. ഒരുപക്ഷെ റഷ്യയുടെയും ചൈനയുടെയും ഡയറക്റ്റായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ഒരു ഇടപെടലിൽ ഈ യുദ്ധത്തിൽ ഉണ്ടാകില്ല എങ്കിലും അവർക്ക് വലിയ രീതിയിൽ ഇറാന് സാങ്കേതിക സഹായങ്ങളും യുദ്ധസാമഗ്രികളും ഒക്കെ നൽകുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങളുമായി ചൈനയും റഷ്യയും പോയേക്കാം
എന്ന രീതിയിലുള്ള വലിയ നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ചും ഈ അവസരത്തിലും വളരെ കൃത്യമായി അമേരിക്കയുടെ ഈ ഹോർമൂസ് കടലിടുക്കിലുള്ള നാവിക കപ്പലുകളുടെ വിവരങ്ങൾ, അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചൈന ഇറാന് കൈമാറുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതായത് ഏകപക്ഷീയമായിരിക്കില്ല യുദ്ധം, ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ മേഖല കൂടുതൽ സങ്കീർണമാകും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. മാത്രമല്ല, നാളെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യക്ഷമമായ അവരുടെ ആവനാഴിയിലെ ഏറ്റവും കരുത്തുറ്റത് എന്നവർ പ്രതീക്ഷിക്കുന്ന 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അബൂ മെഹ്മദി എന്ന് പറയുന്ന പുതിയ മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ കൂടി നടക്കുകയാണ്. അതുകൂടി ഇറാൻ്റെ ആവനാഴിയിലേക്ക് കരുത്തായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് യുദ്ധകാഹളം മുഴങ്ങുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നടക്കുന്ന ചർച്ചകൾ അതിൽ പുരോഗതിയുടെ ഒരു പാത തെളിയുന്നുണ്ടെങ്കിൽ പോലും രണ്ടു രാജ്യങ്ങളും അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ കൂടി വളരെ പ്രകോപനപരമായി ഈ രംഗത്തേക്ക് കടന്നു വരികയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ ശാക്തികമായി നിലനിൽക്കുന്നത് അവരുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമേരിക്കയെ പ്രകോപിപ്പിച്ച് ഇറാനെ ആക്രമിക്കുക എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇറാനെ സംബന്ധിച്ച് അവർ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. അവരുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനത്തിൽ ഉറച്ചു എന്നുള്ള പ്രതികരണങ്ങൾ ഇറാനും നടത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.